ഈ സഖാക്കന്മാരുടെ ബുദ്ധിയില്ലായ്മ, പൊട്ടത്തരം, ഊളത്തരം, അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു പരമാവധി അങ്ങേ തല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇത്ര ബുദ്ധിയില്ലാത്ത ഇത്ര ഊളകൾ ലോകത്ത് വേറെ ഉണ്ടാവില്ല കേട്ടോ. ഇവരുടെ വിചാരം ഇവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ്. അതായത് ഇന്നത്തെ നിങ്ങളിപ്പോൾ മിക്കവാറും നിങ്ങളുടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. അതായത് ഇന്ന് ഇറങ്ങിയ പ്രമുഖ പത്രങ്ങളിലൊക്കെ, മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഞാൻ കണ്ടിട്ടില്ല, മറ്റ് പത്രങ്ങളിൽ ഒക്കെ, ഇംഗ്ലീഷ് പത്രങ്ങളടക്കം, ഹിന്ദുവിലും എന്താ പറയുക, ഇന്ത്യൻ എക്സ്പ്രസിലും ഉൾപ്പെടെ പി ആർ ഡിയുടെ പരസ്യങ്ങൾ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പരസ്യങ്ങൾ, 2 ഫുൾ പേജ് പരസ്യങ്ങളാണ്. ഈ ഫുൾ പേജ് പരസ്യങ്ങൾ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കും വിധം തയ്യാറാക്കിയ പരസ്യങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഐഡിയ കൊടുത്തത് ഊള ജേർണലിസ്റ്റായ, അങ്ങനെ പറയണം, ഏറ്റവും ഈ കേരളത്തിലെ ഏറ്റവും പൊട്ടനായ ഊളയായ മാധ്യമ പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമതേ ഉള്ളൂ, അത് നികേഷ് കുമാറാണ്. അതായത് കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ കിണറ്റിനുള്ളിൽ ഇറങ്ങി നിന്ന് വെള്ളം കോരിയ ഈ ഊള പത്രപ്രവർത്തകൻ, ഇയാളാണ് അത്ര ഇപ്പം സി പി എമ്മിന്റെ എന്താണ് പ്രചാരണങ്ങൾക്കൊക്കെ ഒരു ഐഡിയാസ് കൊടുക്കുന്നത്. ഐഡിയ മാഷാണ് മൂപ്പര് ഐഡിയ മാഷാണ്. ഒരു കളിമാഷും ഉണ്ട്, ഐഡിയ മാഷും ഉണ്ട്. സി പി എമ്മിനെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട്, അല്ലെ, സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നത് 2 മാഷുമാരാണ്, കളിമാഷും മറ്റൊന്ന് ഈ ഐഡിയ മാഷും. ഇയാൾ ചെയ്ത പൊട്ടത്തരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഞാനിതാ ഒരിക്കൽ കൂടി കാണിക്കാം. ദേശാഭിമാനിയുടെ ഇന്നത്തെ 1-ാം പേജ്. ഈ 1-ാം പേജ് എന്തൊക്കെയാണ്? അതായത് ഈ 1-ാം പേജിന്റെ ഏറ്റവും അടിയിൽ ഒരു മഞ്ഞ കളറിൽ ഒരു സ്ട്രിപ്പ് ഉണ്ട്. ഇത് സാധാരണ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇത് വായിച്ച ആൾക്കാർ ഞെട്ടുന്നാണ്. അതായത് ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി, ഇന്നു മുതൽ ലോഡ് ഷെഡിങ്, കേരളം ഇനി ഇരുട്ടിൽ. അതാണ്, കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. ദേശാഭിമാനിയുടെ മെയിൻ ആണ്. അതിന്റെ ടോപ്പ് ബാർ, പൂട്ടലിന്റെ വക്കിൽ KSRTC, ആനവണ്ടികൾ കട്ടപ്പുറത്ത്. മറ്റൊന്ന്, 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, കുട്ടികൾ ഇനി എവിടെ പോയി പഠിക്കും? കൊല്ലം പാതി കഴിഞ്ഞു, പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ. ഓണത്തിനും ക്ഷേമമില്ല, പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. ഖജനാവ് കാലി, നിത്യച്ചെലവിന് കൈനീട്ടണം, സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി. എങ്ങുമെത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി. ദേശീയപാത വികസനം മതിയാക്കി അതോറിറ്റി, സ്ഥലമെടുപ്പ് നടന്നില്ല. ടാറിനും കുടിശ്ശിക, റോഡ് പണി നിലച്ചു. ഇനി സിംഗിൾ കോളം തലക്കെട്ട് കാണാൻ, വില കുതിക്കുന്നു, നോക്കുകുത്തിയായി സിവിൽ സപ്ലൈസ്. മരുന്നില്ലാതെ ആശുപത്രികൾ. ഇടമൺ കൊച്ചി ട്രാൻസ്മിഷൻ ലൈൻ അനിശ്ചിതത്വത്തിൽ. ശമ്പളം നൽകാൻ LICയിൽ നിന്ന് കടമെടുക്കാൻ സർക്കാർ. ഇത്രയും വാർത്തകൾ കുത്തി നിറച്ചുകൊണ്ട് 1-ാം പേജ് ഇവർ തയ്യാറാക്കിയതാണ് കേട്ടോ. ഇത് ദേശാഭിമാനിയിൽ മാത്രമല്ല, അതാ കേരളമതിയുടെ 1-ാം പേജും ഇത്തരത്തിലുള്ള 1-ാം പേജാണ്. അതേസമയത്ത് ഇന്നിറങ്ങിയ മലയാള മനോരമ ഈ തോന്നിയാസം ചെയ്തിട്ടില്ല. ഈ തോന്നിയാസം എന്ന് പറഞ്ഞാൽ തോന്നിയാസ പരസ്യമാണ്. ഈ തോന്നിവാസ പരസ്യം മലയാള മനോരമ എടുത്തിട്ടില്ല, മാതൃഭൂമി എടുത്തിട്ടില്ല. ഞാൻ ഈ പരസ്യത്തിലേക്ക് തന്നെ വരെ. ഈ പരസ്യത്തിന്റെ ഏറ്റവും അടിയിൽ, അല്ലെങ്കിൽ ഈ പേജിന്റെ 1-ാം പേജിന്റെ ഇങ്ങനെ ഈ വാർത്തകൾ, ഇത്തരം വാർത്തകൾ തയ്യാറാക്കിയ ഈ പേജിന്റെ അടിയിൽ എഴുതി വെച്ചെന്താണെന്നറിയോ? കുറിപ്പ്. 10 വർഷങ്ങൾക്ക് മുമ്പ്, ശ്രദ്ധിക്കണേ, 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. അപ്പൊ 10 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ, 10 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ മഹാനായ പിണറായി തമ്പുരാൻ, ശ്രദ്ധിക്കണേ, മഹാനായ ബഹുമാന്യനായ പിണറായി തമ്പുരാൻ തിരുമനസ്സവർകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിന്റെ അവസ്ഥ ഇതായിരുന്നു അത്രേ. അപ്പോ 10 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിതിന്റെ ഉള്ളിലെ പേജില് ഇതേ പേജ് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് 10 വർഷത്തിന് ശേഷം ഇന്നത്തെ സ്ഥിതി, അതേ വാർത്തകളൊക്കെ. കേരളത്തിൽ വെളിച്ച വിപ്ലവം, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, ലാഭത്തിലേറി KSRTCയുടെ തിരിച്ചെഴുന്നള്ളത്ത്, 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയായി, പുതുശോഭയിൽ പൊതുവിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ എത്തി, ചരിത്രത്തിലാദ്യം 2000 രൂപ വീതം 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ, കൈനിറയെ ക്ഷേമം, ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പാക്കി സർക്കാർ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു, വികസനത്തിന് ഇന്ധനമായി ഗെയിൽ, ദേശീയപാത വികസനം പൂർണ്ണതയിലേക്ക്, ഏറ്റവും കൂടുതൽ ചെലവഴിച്ച സംസ്ഥാനം കേരളം, റോഡുകൾ ഹൈടെക്, ചെലവിട്ടത് 35,000 കോടി. ഇതൊക്കെ പിണറായി സർക്കാർ 10 വർഷത്തിന് ശേഷം
ഭരിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ നേട്ടങ്ങൾ എന്ന രീതിയിലാണ് ഇതേ ഫ്രണ്ട് പേജ് വീണ്ടും ഒരിക്കൽ കൂടി ഇവര് എന്ത് ചെയ്തത്, റീപ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ഇത് 10 വർഷത്തിന് മുമ്പും 10 വർഷത്തിന് ശേഷവും എന്നാണ് ഇവർ പറയുന്നത്. എന്റെ ഊളകളെ, അഖില ലോക പൊട്ടന്മാരെ, നിങ്ങൾക്ക് എന്താ നിങ്ങൾ വിചാരിച്ചത് എന്താ? ഈ പത്രവായനക്കാർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ആണോ? പൊട്ടന്മാരാണ്. ഈ പരസ്യത്തെ കുറിച്ച് എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തെ കാര്യമാണ്, ഈ പരസ്യം തയ്യാറാക്കിയ കിണറേഷോ നികറേഷോ അല്ലെങ്കിൽ ഏത് ഊളയാണെങ്കിലും അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും വിവരവും ബോധവും ഉള്ളവരാണോ? നിങ്ങൾ ഇങ്ങനെ 10 കൊല്ലം മുമ്പ് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, 10 വർഷം മുമ്പ് ഉള്ള കേരളത്തിന്റെ അവസ്ഥ അല്ല ഇപ്പോൾ. ഞാൻ സമ്മതിക്കുന്നു, 10 വർഷം മുമ്പുള്ള കേരളത്തിന്റെ അവസ്ഥ അല്ല ഇപ്പോൾ. അതേപോലെ 10 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ അല്ല ഇപ്പോൾ. 10 വർഷം മുമ്പുള്ള ലോകത്തിന്റെ അവസ്ഥ അല്ല ഇപ്പോൾ. കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ ലോകമാകെ മാറി, ഇന്ത്യയാകെ മാറി, കേരളമാകെ മാറി. ഈ മാറ്റത്തിന് കാരണം പിണറായി തമ്പുരാൻ അല്ല ഊളകളെ, CPM അല്ല ഊളകളെ. അത് തന്നെങ്കിലും മനസ്സിലാക്ക്. കാലം മാറുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ വിപ്ലവങ്ങൾ, വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ രാജ്യത്തിനുണ്ടാകും, ലോകത്തിനുണ്ടാകും, കേരളത്തിനുണ്ടാകും. അത്രയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ മെയിൻ സ്റ്റോറി ഇന്ന് മുതൽ ലോഡ് ഷെഡിംഗ് കേരളം ഇനി ഇരുട്ടിൽ. ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് 10 വർഷം മുമ്പ് ഇവിടെ ലോഡ് ഷെഡിംഗ് ആയിരുന്നു, കേരളം ഇരുട്ടിലായിരുന്നു എന്ന്. 10 വർഷം മുമ്പ് കേരളം ലോഡ് ഷെഡിംഗിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ വേറെ ആൾ ഭരിച്ചിരുന്നല്ലോ. ഉമ്മൻചാണ്ടി ഭരിക്കുന്നതിന് മുമ്പ് ഭരിച്ചത് VS സർക്കാർ ആണല്ലോ വിജയ, ആണല്ലോ അന്തംഗമ്മികളെ. അന്ന് ലോഡ് ഷെഡിംഗ് ഇല്ലേനോ? ഈ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് മാത്രമാണോ ഇവിടെ ലോഡ് ഷെഡിംഗ് വന്നത്? ഇവിടെ കറണ്ട് പോയിരുന്നത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ മാത്രമാണോ? അതിനു മുമ്പ് VS ഭരിക്കുന്ന സമയത്ത് ലോഡ് ഷെഡിംഗ് ഒന്നുമില്ലായിരുന്നു. അതിന്റെ മുന്നേ നായനാർ ഭരിക്കുന്ന കാലത്ത് ഒന്നുമില്ലായിരുന്നു. നിങ്ങളുടെ വിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് മുഴുവനും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതാണ്. ശരി, 10 വർഷം മുമ്പ് ഇവിടെ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു, ശരി. അതിനുശേഷം ലോഡ് ഷെഡിംഗ് എന്തുകൊണ്ട് ഇല്ലാണ്ടായി? അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയടോ. കിണറാശേ ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിക്കേ. ഇനിയും ഇമാര് പൊട്ടത്തരം ചെയ്യരുത് കേട്ടോ. കഴിഞ്ഞ എത്ര ദിവസങ്ങളായിട്ടോ നീ ഇങ്ങനെ പൊട്ടത്തരം ചെയ്യുന്നത്? 2000 രൂപ നിങ്ങൾ വന്നത് കൊണ്ട് എന്റെ പെൻഷൻ 2000 രൂപ ഞാനിതാ നിങ്ങൾക്ക് തരുന്നു. UDF വന്നാൽ കിട്ടൂല, നിങ്ങൾ വന്നാലേ കിട്ടുള്ളൂ. ഗോവിന്ദ മാഷ മുന്നെന്ന് അഭിനയിച്ച് തകർത്താടിയില്ലേ ഒരു വയസ്സൻ അല്ലേ? പൊളിഞ്ഞു പോയില്ലേ? അങ്ങനെ എത്ര നിങ്ങളുടെ പൊറാട്ട് നാടുകളെടോ. നിന്റെയൊക്കെ കാലം കഴിഞ്ഞിടോ. നീയൊക്കെ ഏത് കാലത്താടോ? നിന്നെ കുറിച്ചൊക്കെ ഓർത്ത് മാധ്യമ പ്രവർത്തകരെ മുഴുവൻ തൊലിയുരികയാണ്. ഇമാതിരി ഊളയാണോ? CPM ഏതായാലും ഇവരല്ല, അതുകൊണ്ടാണല്ലോ നിന്നെ പിടിച്ചിങ്ങാണ്ട് പ്രതിഷ്ഠിച്ചു വെച്ചത്. എന്നിട്ട് ഇമാതിരി തോന്നിയാസം കാണിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇത്രമാത്രം വികാര ആവേശത്തോടെ സംസാരിക്കുന്നു എന്ന് വെച്ചാലേ, ഈ പൈസ നികേഷിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഈ പൈസ എന്ന് പറയുന്നത് ഗോവിന്ദന്റെ, പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമോൻ മറ്റേ മുഹമ്മദ് റിയാസിന്റെ ഒന്നും തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേട്ടോ. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടതല്ല. ഈ പൈസ എന്റെ പൈസ, നിങ്ങളുടെ പൈസ, നമ്മുടെ പൈസ. അതാണ്. ഇത് PRDയുടെ പരസ്യമാണ്. PRD എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ, അതാത് കാലത്തുള്ള സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന വകുപ്പാണ് PRD. ഇത് നിങ്ങളുടെ ഇലക്ഷൻ പ്രചാരണം നടത്താൻ PRD കൊണ്ടാണോ ഇലക്ഷൻ പ്രചാരണം നടത്തേണ്ടത്? ഊളകളെ, ഇത്തരം തണ്ടിത്തരവും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ആരോട് വോട്ട് ചെയ്യുക? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ കണ്ടാൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണോ? ഒരു മിനിമം മര്യാദ വേണ്ടടോ. ഇവിടെ ജനങ്ങളുടെ കാശ് എടുത്തിട്ടാണോ ഇമ്മതിൽ തോന്നിയാസം ചെയ്യാം? ഇവിടെ ഖജനാവ് കാലി, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല, സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ല, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, ചികിത്സാ ഉപകരണങ്ങളില്ല. നാടാകെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോ അല്ലെങ്കിൽ വല്ലായ്മ അതിന്റെ ഇടയിൽ നിങ്ങൾ കോടികൾ കൊടുത്തിട്ട് ഇത് പരസ്യം ചെയ്യല്ലേ? ഇത് അതിനുള്ളിലുണ്ട് ആ വാർത്ത. ഈ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് വേണ്ടിയുള്ള സർഗാത്മക പരസ്യാവിഷ്കാരമാണ്. സർഗാത്മക മണ്ണാങ്കട്ട. ചുരുങ്ങിയ പക്ഷം
നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല, ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇതേപോലെ ഒരു ഫുൾ പേജ് ഇല്ലാത്ത വാർത്തകൾ നിറച്ച് ഒരു പരസ്യം ചെയ്തിരുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റി, ഓർമ്മയുണ്ടോ? ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഒരു തട്ടിപ്പ് യൂണിവേഴ്സിറ്റിയാണത്. ആ യൂണിവേഴ്സിറ്റി ഒരു പരസ്യം ചെയ്തിരുന്നു, 50 വർഷത്തിന് ശേഷം കേരളം എങ്ങനെയായിരിക്കും, അതായിരുന്നു കണ്ടന്റ്. 50 വർഷത്തിന് ശേഷം, അതായത് ചന്ദ്രനിൽ പോയി താമസിക്കുന്നു, ആ സമുദ്രത്തിന്റെ അടിയിൽ താമസിക്കുന്നു, അങ്ങനെ 50 വർഷത്തിന് ശേഷം മാറിയ കേരളത്തിൽ എങ്ങനെയായിരിക്കും പത്രത്തിന്റെ 1-ാം പേജ് എന്നുള്ള രീതിയിൽ ഒരു 1-ാം പേജ് കഴിഞ്ഞ ഒരു വർഷത്തിന്, ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറമാണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു അത് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിനെതിരെ ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എടോ ശരി, ജെയിൻ യൂണിവേഴ്സിറ്റി ഈ പരസ്യ രംഗത്ത് ഒരു പുതുമ കൊണ്ടുവന്നു. അത് കോപ്പി അടിച്ചിട്ട് സർഗാത്മക മണ്ണാങ്കട്ടയാണത്രേ. എത്ര കോടി ചെലവാക്കിയിടൂ, എത്ര കോടിയാണ് ചെലവാക്കിയത്? എടോ പിണറായി വിജയ, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് വോട്ടുകൾ നിങ്ങളുടെ ഈ പരസ്യം കൊണ്ട് കിട്ടോ, നിങ്ങളുടെ ഈ തെമ്മാടിത്തം കൊണ്ട് പോയി കിട്ടും കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ, ഈ തെമ്മാടിത്തം കൊണ്ട് പോയി കിട്ടും. ഇനി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്, കേരളം ഇനി ഇരുട്ടിൽ. 10 വർഷം മുമ്പ് ലോഡ് ഷെഡിങ്, ഇപ്പൊ ലോഡ് ഷെഡിങ്. ഇതെന്താ പിണറായി വിജയന്റെ മഹത്വം കണ്ടാണോ കേരളത്തിൽ ലോഡ് ഷെഡിങ് ഇല്ലാത്തത്? എടോ 10 വർഷം കൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള മേഖല എത്രമാത്രം, ഊർജ മേഖല എത്രമാത്രം മാറി എന്ന് നിങ്ങൾക്ക് അറിയടോ. ഇവിടെ എത്ര സോളാർ പദ്ധതികൾ, എത്ര വീടുകൾ, എത്ര കെട്ടിടങ്ങൾ. ഇവിടെ സിയാൽ പോലുള്ള വൻ പദ്ധതികൾ, ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് സോളാർ വൈദ്യുതി കൊണ്ടാണ്. നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ വലിയൊരു ശതമാനം ഇപ്പോൾ സോളാർ വൈദ്യുതിയാണ്. മറ്റൊന്ന്, കേന്ദ്ര വൈദ്യുതി പൂളിൽ നിന്ന് ഇപ്പോൾ വൈദ്യുതി കിട്ടുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇതൊന്നും പിണറായി വിജയന്റെ തലയിൽ കിരീടം വെച്ച് കൊടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മോളെ മറ്റേ റിയാസിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ടോ കിട്ടിയ നേട്ടമല്ല കേട്ടോ. ഇതൊക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. പവർ കട്ട് ഇല്ലാത്തത് ഇവരുടെ വിചാരം. ഇവർ പറഞ്ഞു കേട്ടാ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നു. പിണറായി വിജയൻ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഓം ഹ്രീം ഹ്രൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പവർ കട്ടൊക്കെയാണ്ട് പോയി. നിങ്ങൾ വൈദ്യുതി ബിൽ ഇതേപോലെ 10 വർഷം മുമ്പ് കേരളത്തിലെ ഒരു വീട്ടിലെ വൈദ്യുതി ബിൽ എത്രയായിരുന്നോ? ഊളകളെ പ്രൊഡ്യൂസ് ചെയ്യടോ നാളത്തെ പത്രത്തിൽ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ഒരു വീട്ടിലെ വൈദ്യുതി ബിൽ ഇത്രയായിരുന്നു. പിണറായി തമ്പുരാൻ ഭരിക്കുന്ന കാലത്ത് വൈദ്യുതി ബിൽ ഇതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 8 ഇരട്ടി. എങ്ങനെ? അപ്പോൾ വൈദ്യുതി ബിൽ നിങ്ങളാണ്ട് കൂട്ടി, എന്നിട്ട് പറയാണ് മറ്റേ പവർ കട്ട് ഇല്ലാണ്ടിയാക്കിയെന്ന്. നരേന്ദ്രമോദിയോട് നന്ദി പറയണ്ടോ. ഇത് കേന്ദ്ര ഗ്രിഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വൈദ്യുതിയാണ്, അതല്ലാതെ പിണറായി വിജയൻ തായ്ക്കണ്ടി തറവാട്ടിൽ നിന്ന് ഉത്പാദിപ്പിച്ച വൈദ്യുതി അല്ല കേട്ടോ. അന്തംഗമ്മികൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ വർത്തമാനം കേട്ടായിരിക്കും പിണറായി വിജയൻ കുത്തിരുന്ന് കണ്ട അവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയാണ്, റിയാസ് അവിടുന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു, KN ബാലഗോപാൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു, ഇവരുടെയൊക്കെ ഗ്യാസ്, ഇവരുടെയൊക്കെ മറ്റേ അധോവായു ഉണ്ടല്ലോ, അധോവായു, അതിങ്ങനെ വൈദ്യുതിയായി ഇങ്ങനെ വരികയാണെന്നാണ് ഈ ഊളകളുടെയൊക്കെ വിശ്വാസം അല്ലേ? മണ്ടന്മാരെ. എന്നിട്ട് കോടികൾ കൊടുത്തിട്ട് പരസ്യം ചെയ്യണം. ഇന്ന് മുതൽ ലോഡ് ഷെഡിങ്. ഓരോന്നെടുത്തോ, ഓരോ വാർത്തകൾ ഞാൻ പൊളിച്ചു തരാം. KSRTC എന്താണോ 10 വർഷം മുമ്പുള്ള KSRTCയും ഇപ്പോഴത്തെ KSRTC തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ KSRTCയെ നിങ്ങൾ ഒരു ജെട്ടി ധരിപ്പിച്ചു അല്ലേ? ഒരു ജെട്ടി മന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? ഒരു ജെട്ടി മന്ത്രി, ഒരു ജെട്ടിയുടെ പടം കൂടി കൊടുക്കണോ? ഒരു ജെട്ടിയുടെ പടം കൂടി കൊടു. KSRTCയെ മെച്ചപ്പെടുത്തി അത്രേ. 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇപ്പോഴത്തെ സ്കൂളുകള് എന്താ ശിവൻകുട്ടിയല്ല പറഞ്ഞത്? 5 സ്റ്റാർ ഹോട്ടൽ എന്ന് കരുതിയ ആൾക്കാരൊക്കെ സ്കൂളിലേക്ക് കയറുന്നു. സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല. സർക്കാർ സ്കൂളിൽ പഠിക്കാൻ കുട്ടികളില്ല. കുട്ടികൾ ഇവിടുത്തെ CBSE സ്കൂളുകളും മറ്റ് ICSE സ്കൂളുകളൊക്കെ ചേരുകയാണ്. കാരണം എന്താണെന്നറിയോ? നിലവാരമില്ലായ്മ. വലിയ ബിൽഡിംഗ് കെട്ടിയാൽ ഒന്നും ആയില്ല. അത്യാവശ്യം ബോധം വിവരമുള്ള ഒരു മനുഷ്യനും കുട്ടികളെ സർക്കാർ സ്കൂളിൽ ചേർക്കില്ല. അത്രമാത്രം പടുദാരിദ്ര്യത്തിന്റെ കുഴിയിൽ ആണ്ടുപോയവരെ സർക്കാർ സ്കൂളുകളിൽ ഇപ്പൊ കുട്ടികളെ അയക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഇവിടുത്തെ CBSE അല്ലെങ്കിൽ അത്തരത്തിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളാണ് കുട്ടികളെ അയക്കുക. എന്നിട്ട് എന്തോ ഒരു ഭയങ്കര സംഭവം. പിന്നെന്തൊക്കെയാണ്? പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം. എപ്പോഴാണ് മുടക്കിയത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ മുടക്കിയത്. കള്ളത്തരം പറയടോ. ഇതിലെ വാർത്തകളൊക്കെ സത്യസന്ധമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്ന് MK മുനീറിന്റെ ചോദ്യത്തിന് നിയമസഭയിൽ ഐസക് നൽകിയ മറുപടി ഉണ്ടോ? നിയമസഭയിൽ ഒരു പെൻഷനും മുടങ്ങിയിട്ടില്ല. 3-4 മാസത്തെ പെൻഷൻ സാങ്കേതിക കാരണങ്ങളാൽ വൈകി, അത്രയേ ഉള്ളൂ. അതിന് പകരമാണ് 18 മാസം പെൻഷൻ മുടങ്ങി എന്ന് പറയുന്ന കള്ളക്കഥ ഇവിടെ വീണ്ടും പ്രചരിപ്പിക്കുന്നത്.
എങ്ങും എത്താതെ ഗെയിൽ പൈപ്പ് ലൈൻ, ഗെയിൽ പൈപ്പ് ലൈൻ. മറ്റേ പി രാജീവൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പി രാജീവൊക്കെ അല്ലേനോ ഗെയിൽ പൈപ്പ് ലൈൻ പാറ വെച്ച ആൾക്കാര്. ഇവിടെ എന്തോ ഒരു മണ്ണിനടിയിലെ എന്താ പറയാ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ ഇവിടെ സമരം ചെയ്ത CPM കാരിക്കടോ. അവസാനം നരേന്ദ്രമോദി കണ്ണുരുട്ടിയപ്പോഴല്ലോ നിങ്ങൾ നടപ്പാക്കിയത്. എന്നിട്ട് ഗെയിൽ പൈപ്പ് പദ്ധതി ഓരോ വാർത്ത എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മെയിൻ സ്റ്റോറി കൊടുക്കേണ്ടതാണെന്നറിയോ? നിങ്ങൾ മെയിൻ സ്റ്റോറി കൊടുക്കേണ്ടതേ വിലക്കയറ്റത്തിൽ നമ്പർ 1. വിലക്കയറ്റത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില കയറിയ സംസ്ഥാനം, വിലക്കയറ്റത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടുന്ന സംസ്ഥാനം അത് കേരളമാണോ? അത് കേരളമാണോ? ഉളുപ്പുണ്ടോ വിജയ? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? നാണം കെട്ട് ഉടയാടയില്ലാതെ നിൽക്കല്ലടോ താനൊക്കെ. ആ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നികേഷിന്റെ വക ഒരു PRDയുടെ ഒരു അലുക്കുത്ത് പരിപാടി. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇമാതിരി ലൊട്ടിലൊടുക്ക പരിപാടി കൊണ്ടൊന്നും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാന്ന്. നിങ്ങളുടെ ഇമാതിരി കണ്ണ് പൊടിയിടൽ. എടോ അത്യാവശ്യം 10 വർഷം ഭരിച്ചില്ലേ? 10 വർഷം ഭരിച്ചില്ലേ? ഞങ്ങൾ 10 വർഷം ഭരിച്ചപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തി പറയടോ. എന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പറയടോ. അതല്ലാതെ 10 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു, 10 വർഷം മുമ്പല്ല, ഒരു 20 വർഷം മുമ്പ് അങ്ങനെയല്ലായിരുന്നു, 30 വർഷം മുമ്പ് അങ്ങനെയല്ലായിരുന്നു, 100 വർഷം മുമ്പ് ഇവിടെ വൈദ്യുതിയല്ലായിരുന്നു, KSRTC അല്ലായിരുന്നു. ഇതൊക്കെ പിണറായി ഇങ്ങനെ കൊണ്ടുവന്ന സാധനമാണല്ലോ. തൊലിക്കട്ടി ഉണ്ടല്ലോ മക്കളെ, തൊലിക്കട്ടി അപാരം കേട്ടോ. തൊലിക്കട്ടി അപാരം. അത്രേ പറയാനുള്ളൂ കേട്ടോ. PRDയുടെ പൈസ എടുത്തിട്ട് ഇവിടെ കൃത്യമായ അംശാദായം അടച്ചു പോന്ന പത്രപ്രവർത്തകർക്ക് അവരുടെ പെൻഷൻ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. ആകെ ഏതാണ്ട് 5 കോടി രൂപയിട്ട് മതി കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളായ സാധാരണ പത്രപ്രവർത്തകർക്ക് അവരുടെ പെൻഷന്റെ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. 5 കോടി മതി. ഇത് 50 60 കോടി കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ തെമ്മാടിത്തം, പച്ച മലയാളത്തിൽ തെമ്മാടിത്തമാണോ കളിക്കുന്നത് കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ CPM ഇങ്ങനെ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന നികേഷിനെ പോലെ പിന്നെ ആരൊക്കെയാണ് ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പൊട്ടന്മാർ അല്ലെ, 916 പൊട്ടന്മാർ, പരിശുദ്ധിയുള്ള പൊട്ടന്മാർ, അത്രക്കും. ഇനി അടുത്ത ദിവസം നമ്മൾ കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഉഡായിപ്പ് പരിപാടികൾ ചിരിച്ച് ജനങ്ങളെ അവസാനം കരച്ചിലാ വരിക കേട്ടോ. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇമാതിരി ഓളത്തരം? ശരി, ഞാൻ നിർത്തുകയാണ്. ഭയങ്കര സംഭവം. കേരള കൗമുദി ഏതായാലും മലയാള മനോരമയും മാതൃഭൂമിയും ഏതായാലും ഈ കോമാളി വേഷം കെട്ടിയില്ല. നല്ല കാര്യം, അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അത്രേ പറയുന്നുള്ളൂ.